ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഓണം സ്പെഷ്യലായിട്ടുള്ളൊരു ബീട്രൂട്ട് പച്ചടിയാണ് കേട്ടോ. നമ്മുടെ ഓണസദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഐറ്റം ആണല്ലേ ഈ ഒരു പച്ചടി. അത് എങ്ങനെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്ന് നോക്കിയിട്ട് വരാവേ. അതിനായിട്ട് ഞാനിവിടെ ചെറിയ 2 ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വലിപ്പം കൂടുതലുള്ള ബീട്രൂട്ടാണ് കിട്ടുന്നതെങ്കിൽ ഒരെണ്ണം മാത്രം എടുത്താൽ മതി കേട്ടോ. ഇനി ഇത് കഴുകി തൊലിയൊക്കെ ഒന്ന് മുറിച്ച് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ദേ നമ്മുടെ ഈ ബീട്രൂട്ട് നമ്മൾ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അങ്ങനെ ഇതേ നമ്മൾ അതൊന്ന് മാറ്റി വെക്കുന്നുണ്ടേ. ഇനി നമ്മൾ പച്ചടി തയ്യാറാക്കാനായിട്ട് ഒരു മൺചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് മുഴുവനായും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ നമ്മുടെ ബീട്രൂട്ടൊക്കെ നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടണത് വരെ നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ബീട്രൂട്ടൊക്കെ കുറച്ച് സമയം ഒന്ന് എടുത്ത് വെന്ത് വരട്ടെ. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ആ ഒരു ബെൽ ബട്ടൺ അമർത്താനും മറക്കല്ലേ കേട്ടോ. അങ്ങനെ നമ്മൾ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അരപ്പ് തയ്യാറാക്കാനായിട്ട് മിക്സി ജാർ എടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു അരമുറി തേങ്ങയോളം ചിരകിയതെടുത്തിട്ടുണ്ട്. പിന്നീട് അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അല്പം മാത്രം ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിന് 2 പച്ചമുളകും ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നല്ല പേസ്റ്റ് പരുവത്തിന് അരച്ചെടുക്കുക കേട്ടോ. ഒരു സമയം കൊണ്ട് നമ്മൾ ബീട്രൂട്ടിൽ ഒഴിച്ച വെള്ളമൊക്കെ ഒന്ന് നന്നായി വറ്റി നല്ല പോലെ ബീട്രൂട്ടൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് അരച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ആ ഒരു മിക്സി ജാറിലേക്ക് തന്നെ നമ്മൾ കുറച്ച് തൈര് എടുത്ത് ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് മാത്രം തൈരാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ലതായി വെന്ത് വന്നിരിക്കുന്ന ബീട്രൂട്ടിലേക്ക് ആദ്യം തന്നെ നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അരപ്പൊക്കെ നന്നായിട്ടൊന്ന് പച്ചമണമൊക്കെ മാറിയ ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അതിന് ശേഷമാണ് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഒന്ന് അടിച്ചു വെച്ചിരിക്കുന്ന തൈര് അതിലേക്ക് ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം മാത്രമേ തൈര് ആഡ് ചെയ്യാവുള്ളൂ കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഉപ്പിൻ്റെ കുറവൊക്കെ തോന്നുവാണെങ്കിൽ നമ്മൾ അരപ്പ് ചേർക്കുമ്പോഴേക്കും ഉപ്പ് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി അതിന് മുകളിലായിട്ട് കുറച്ച് കടുകും കൂടെ താളിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരെയും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായും ഈ ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി അറിയാവുന്നതൊക്കെ ആയിരിക്കും. എങ്കിലും ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലെയുള്ള നല്ല നല്ല യൂസ്ഫുൾ റെസിപ്പീസിനായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.